നമസ്കാരം. അമേരിക്കൻ വീക്ഷണത്തിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാരെ പറ്റിയും ഇന്ത്യയെ പറ്റിയുമൊക്കെ നല്ല വാർത്തകൾ അമേരിക്കൻ പത്രങ്ങളിൽ വരുന്നത് വായിക്കാനും കാണാനും വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ ഗുകേഷ് ചെസ് ചാമ്പ്യനായത് വായിച്ചു. എല്ലാ പത്രങ്ങളിലും ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. 18-ാം വയസ്സിൽ ആ അപൂർവ ബഹുമതി നേടിയ വ്യക്തി എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല. ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്നലെ ന്യൂയോർക്ക് ടൈംസിൽ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കാണുകയുണ്ടായി. മറ്റൊരു ലേഖനം കാണുകയുണ്ടായി. അത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ക്രിട്ടിക്ക് ഒരു 10 സിനിമകൾ, ഈ വർഷം ഇറങ്ങിയ ഒരു 10 സിനിമകൾ തിരഞ്ഞെടുത്തു. അതിനെപ്പറ്റി അവർ എഴുതിയുണ്ടായി, ആ സിനിമകളെ പറ്റി. അതിൽ ഒന്നാം സ്ഥാനത്ത് വന്നത് ഒരു ഇന്ത്യൻ സിനിമയാണ്, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഇന്ത്യൻ സിനിമയാണെന്ന് പറഞ്ഞാലും പായൽ കപാഡിയ എന്ന് പറഞ്ഞ മുംബൈക്കാരി, പിന്നെ അവർ സംവിധാനം ചെയ്തതാണ്. ആ സാഹചര്യത്തിൽ പിന്നെ അത് മുംബൈ ഇന്ത്യൻ സിനിമയാണ്. പക്ഷേ അതിൽ അഭിനയിക്കുന്ന പ്രധാനപ്പെട്ട അഭിനേതാക്കൾ രണ്ടുപേരും കനി കുസൃതിയും ദിവ്യപ്രഭയും മലയാളികളാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട നടി അവർ മഹാരാഷ്ട്രക്കാരിയാണ്. അവർ കനി കുസൃതിയും ദിവ്യപ്രഭയും നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നു ബോംബെയിലെ ഒരു ആശുപത്രിയിൽ. മറാഠ നടി അവിടെ കുക്കായിട്ട് ജോലി ചെയ്യുന്നു. ഈ 3 പേരുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. അത് 2-3 ഭാഷയിലെടുത്തു. അത് പായൽ കപാടി അതിൽ നിർമ്മിച്ചിരിക്കുന്ന എന്തോ ഒരു ഫ്രഞ്ച് കൊളാബറേഷനിലാണ്. അതിൻ്റെ പൈസയൊക്കെ മുടക്കാനായിട്ട് ഫ്രാൻസിൽ നിന്നൊക്കെ സഹായം കിട്ടി. അങ്ങനെ ഒരു ഇൻഡോ ഫ്രഞ്ച് കൊളാബറേഷനിൽ ഉണ്ടായ സിനിമയാണ്. എങ്ങനെയായാലും ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ഉഡായിപ്പ് സിനിമകൾ കണ്ട് ഉഡായിപ്പ് സിനിമകളും ഉഡായിപ്പ് കുറ്റാന്വേഷണ കഥകളും ഉഡായിപ്പ് പേരുകളും ഓസ്ലർ തുടങ്ങിയ പിന്നെ അവലക്ഷണം പിടിച്ച പേരുകളുണ്ടല്ലോ, ഇതെല്ലാം കണ്ടുകൊണ്ട് മടുത്ത് നമുക്ക് ഒരാശ്വാസം തോന്നിയ ഒരു സിനിമയായിരുന്നു ഇത്. കാരണം ഇത് വളരെ യാഥാർത്ഥ്യത്തെ ചിത്രീകരിച്ച ഒരു സിനിമ, യഥാർത്ഥമായി കഥ മുന്നോട്ട് പോയ ഒരു സിനിമ. അതുപോലെ തന്നെ കണ്ടിരിക്കാവുന്ന, വലിയ അങ്ങേരത്തെ എന്ന് പറയാൻ പറ്റില്ല, കണ്ടിരിക്കാവുന്ന ഒരു സിനിമ. ഒരു ആർട്ട് സിനിമയായിട്ടൊക്കെ നമുക്ക് കുറ്റപ്പെടുത്താമെങ്കിലും ആർട്ട് സിനിമയല്ല, എന്നാൽ കൊമേഴ്ഷ്യലും അല്ല, ആ രീതിയിലുള്ള ഒരു സിനിമ. മെച്ചപ്പെട്ട ഒരു പ്രൊഡക്ഷനായിരുന്നു എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ മുഖ്യധാരാ നടികളെയൊന്നും അല്ലാതെ വെച്ച് പിന്നെ പുറത്തിറക്കിയ ഒരു സിനിമ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസമാണ് അതിന് ഗോൾഡൻ ഗ്ലോബിൻ്റെ 2 അവാർഡ് കിട്ടി. ഒന്ന് മികച്ച സംവിധായികയ്ക്കുള്ള നോമിനേഷൻ. അതുപോലെ തന്നെ മികച്ച വിദേശ ഭാഷാ ചിത്രം. അപ്പോൾ ഇത് ഇംഗ്ലീഷ് അല്ലാത്ത ഭാഷയിലുള്ള ചിത്രം, ഇംഗ്ലീഷിലാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പോലും ഇംഗ്ലീഷ് ഭാഷയിലല്ല, ഇംഗ്ലീഷിന് പുറത്ത് എടുത്ത ചിത്രമെന്ന നിലയിൽ. അപ്പോൾ ഇങ്ങനെ 2 നോമിനേഷൻ ലഭിച്ചു. അപ്പോൾ ഇങ്ങനെ 2 നോമിനേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഗോൾഡൻ ഗ്ലോബിലൊക്കെ ഈ നിലയിൽ ഈ നേട്ടങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസൊക്കെ എഴുതുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സാമാന്യ നിലയിൽ ഈ സിനിമ ഓസ്കറിന് പരിഗണിക്കപ്പെടേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ നിന്ന് ഈ വർഷം ഓസ്കറിന് വിട്ടിരിക്കുന്ന ഈ സിനിമയല്ലാന്ന് തോന്നുന്നു. അത് ആ ലാപ്പട ലേഡീസ് എന്ന് പറഞ്ഞ ലോസ്റ്റ് ലേഡീസ് എന്ന് പറഞ്ഞ പേരിൽ ഹിന്ദി സിനിമ. നല്ലൊരു സിനിമയായിരുന്നു, കാണാൻ ബഹുരസം. അത് പ്രത്യേകിച്ച് ആമീർ ഖാൻ്റെ ഭാര്യ കിരൺ റാവുവും മറ്റാണത് സംവിധാനം ചെയ്തിരിക്കുന്നതും. അപ്പോൾ ആ നിലയ്ക്ക് അത് സെലക്ട് ചെയ്യപ്പെട്ടതിൽ അതിശയിക്കാനില്ല. പക്ഷേ അതിൽ നല്ല സിനിമയാണെന്ന് പറഞ്ഞാൽ അതിൽ പുതുമ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് പുതിയ ഒരു സിനിമയായിട്ട് നമുക്ക് പുതിയ ഒരു ആശയമോ അല്ലെ പുതിയൊരു കാര്യമോ അല്ലെങ്കിൽ ഈ വനിതകളുടെ ഒരു വനിതകൾ അനുഭവിക്കുന്ന ഒരു പീഡനമോ ഒന്നും അതിൽ ചിത്രീകരിച്ചതായിട്ട് കാണുന്നില്ല. അത് മൊത്തത്തിലൊരു ഒരു കോമഡി പോലെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. നമുക്ക് രസകരമായി കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു ഈ സിനിമയായിരുന്നു ഓസ്കറിന് പോകേണ്ടിയിരുന്നത്. പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് ഓസ്കർ കിട്ടാനുള്ള സാധ്യത പോലും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ഈ സിനിമ കണ്ടതിന് ശേഷം അത് ഓസ്കറിന് വിടാതിരുന്നതിനെപ്പറ്റി അതിനെന്തോ ഒരു രവി കൊട്ടാരക്കര എന്ന് പറഞ്ഞൊരു, ആ കക്ഷി ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹം പറഞ്ഞായിട്ട് വായിച്ചതാണ്. ഈ സിനിമ കണ്ടത് വിദേശത്തുള്ള ആരോ ഒരു ഇന്ത്യൻ സിനിമ എടുത്തതുപോലെയാണ് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്, ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നുള്ളത്. അല്ലാതെ ഇന്ത്യക്കാരൻ ഇന്ത്യയെപ്പറ്റി എടുത്ത സിനിമയായിട്ട് തോന്നിയില്ല എന്നാണ്. അതുകൊണ്ടാണ് ഓസ്കറിന് വിടാനായിട്ട് പരിഗണിക്കാതിരുന്നെന്ന് ഒരു വിശദീകരണം കണ്ടു. എന്തായാലും അതിന് പായൽ കപാഡിയ പറഞ്ഞത് ഈ സിനിമ തിരഞ്ഞെടുത്തവരെല്ലാം പുരുഷന്മാരായിരുന്നു, സ്ത്രീകളാരും ഇല്ലായിരുന്നു. അവർക്ക് ഇതിൽ എന്താണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് പുരുഷന്മാർക്ക് ശരിയായിട്ട് മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ പ്രതികരിച്ചത്. എന്തായാലും ഈ സിനിമ വിടാതിരുന്നത് ഒരു ഖേദകരമായി പോയി എന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഒരു ഓസ്കർ നമുക്ക് നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. ഈ ലാപ്പട ലേഡീസ് അതിന് കിട്ടാനുള്ള സാധ്യത
ഓസ്കാറിൻ്റെ ഇതുവരെയുള്ള പിന്നെ ചരിത്രത്തിൽ അതിനുള്ള സാധ്യത നമുക്ക് വളരെ പിന്നെ കുറവായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഈ സിനിമയായിരുന്നെങ്കിൽ ഒരുപക്ഷെ സാധ്യത ഉണ്ടാകുമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യവുമില്ലല്ലോ.